ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അന്റാർട്ടിക്കയ്ക്കും ആർട്ടിക്കിനും പിന്നിലായി മൂന്നാം സ്ഥാനം വഹിക്കുന്നത് തുടങ്ങി നിരവധി പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന സഹാറ ഡെസേർട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 11 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ അമേരിക്കയെക്കാളും വലിപ്പമുള്ള ഇതിൻ്റെ 90% പ്രദേശങ്ങൾ അൾജീരിയയിലും ബാക്കി ഭാഗങ്ങൾ ഈജിപ്ത്, ലിബിയ, മൊറോക്കോ, സുഡാൻ, ചാഡ്, ടുണേഷ്യ, മാലി, നൈജർ, മൊറോറ്റീനിയ, വെസ്റ്റേൺ സഹാറ എന്നീ രാജ്യങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ചെങ്കടൽ, പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം, വടക്ക് ദിശയിൽ മെഡിറ്ററേനിയൻ കടൽ, തെക്ക് ഭാഗത്തായി വരുന്ന സാഹേൽ പുൽമേടുകൾ ഇവയെല്ലാം ചേർന്ന് ഈ മരുഭൂമിയെ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നു. മണലിനേക്കാൾ ഗ്രാവലിൻ്റെ സാന്നിധ്യം ഏറിയ അളവിലുള്ള ഈ മരുഭൂമിയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് 500 അടി വരെ ഉയരം വരുന്ന മണൽ കൂനകൾ, തരിശായ പാറ നിറഞ്ഞ പീഠഭൂമികൾ, കല്ലു നിറഞ്ഞ ഹമാദ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശങ്ങൾ, പർവ്വതങ്ങൾ, വരണ്ട താഴ്വരകൾ, മരുപ്പച്ച എന്നിവയെല്ലാം കൂടി ചേർന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. ഇതിന് ചുറ്റുമായുള്ള സമുദ്ര സാന്നിധ്യം ഇവിടെ സമൃദ്ധമായ മഴയ്ക്കുള്ള കാരണമാകുന്നതുമില്ല. പ്രതിവർഷ മഴയുടെ തോത് എന്ന് പറയുന്നത് ഇവിടുത്തെ പകുതി പ്രദേശങ്ങളിലും 1 ഇഞ്ചിന് താഴെ മാത്രവും. വേനൽക്കാലത്ത് പരമാവധി 58 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ മരുഭൂമിയുടെ ചൂടുകാലത്തെ പകൽ ചൂട് 50 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു. ഇവിടുത്തെ ശീതകാല രാത്രികളുടെ ഊഷ്മാവ് എന്ന് പറയുന്നത് -13 ഡിഗ്രി ആണെങ്കിൽ തെക്ക് വടക്ക് അതിരുകളിൽ അത് -6 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നതിനാലും ഉയർന്ന പ്രദേശങ്ങൾ ഉള്ളതിനാലും ഈ മരുഭൂമിയിലെ വിവിധ ഇടങ്ങൾ വ്യത്യസ്തങ്ങളായ താപനിലകളെ പിന്തുടർന്നു വരുന്നു. നല്ലൊരു ഭാഗം പ്രദേശങ്ങളും ശൂന്യമായി കിടക്കുന്ന ഇവിടുത്തെ പരുക്കൻ കാലാവസ്ഥയിൽ മനുഷ്യജീവിതം സാധ്യമാകുമോ എന്ന സംശയം നിലനിൽക്കുമ്പോൾ തന്നെ 2.5 മില്യൺ ജനങ്ങളാണ് ഈ ഡെസേർട്ടിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നൈൽ നദിയുടെയും നൈജറിൻ്റെയും ഒപ്പം തന്നെ ഏതാനും ചെറു ജലാശയങ്ങളുടെയും തടാകങ്ങളുടെയും സാന്നിധ്യം ഈ മരുഭൂമിയിൽ ഒലിവ് മരങ്ങൾ വളരുന്ന ഉയർന്ന വടക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈർപ്പമുള്ളതാക്കി നിലനിർത്തിയിരിക്കുന്നതിനാൽ ജലലഭ്യതയുള്ള ഇത്തരം പ്രദേശങ്ങൾക്കടുത്തായി സ്ഥിരതാമസം സാധ്യമാവുകയും ചെയ്യുന്നു. ഇവിടുത്തെ 20 തടാകങ്ങളിൽ ചാട് ശുദ്ധജല തടാകം ഒഴികെ ബാക്കിയുള്ളവ ഉപ്പ് വെള്ളത്തെ വഹിക്കുന്നു എന്നതും പ്രത്യേകതയാകുന്നു. ഭൂപ്രദേശത്തിൻ്റെ 90% ഭാഗവും സഹാറ മരുഭൂമി നിലനിൽക്കുന്ന അൾജീരിയ, ഒപ്പം തന്നെ മൊറോക്ക, മൊറോറ്റീനിയ എന്നീ രാജ്യങ്ങളിലെ ജനങ്ങളാണ് പ്രധാനമായും ഇതിനെ അടിസ്ഥാനമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജലലഭ്യതയുള്ള പ്രദേശങ്ങളുടെ സമീപത്തായി സ്ഥിരം താമസമാക്കിയവർ, നാടോടി ജീവിതം നയിക്കുന്ന ഇടയന്മാർ തുടങ്ങിയവരും ഈ മരുഭൂമിയുടെ അതികഠിനമായ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗങ്ങളാകുന്നു. പ്രത്യേക ജീവിതക്രമമുള്ളവരും മിക്കവാറും നീല വസ്ത്രങ്ങൾ അണിയുന്നവരുമായ ടുറേഗസ് ഗോത്രവിഭാഗത്തിൻ്റെ അതിജീവനം ഇവിടത്തെ അമ്പരപ്പിക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാകുന്നു. ഇവരുടെ കട്ടിയുള്ള വസ്ത്രങ്ങളും തലപ്പാവും ഈ മരുഭൂമിയുടെ മണൽക്കാറ്റിൽ നിന്നും ചൂട് കാറ്റിൽ നിന്നും ഇവർക്കുള്ള ഒരു പ്രധാന സംരക്ഷണ ആവരണമായും നിലകൊള്ളുന്നു. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന ബെഡേയിൽ നാടോടി വംശജരാണ് ഈ മരുഭൂമിയിലെ മറ്റൊരു ജനവിഭാഗം. ജിപ്സി വിഭാഗത്തിൻ്റെ ഉള്ളു നിറയ്ക്കുന്ന സ്വാതന്ത്ര്യബോധവും ആഹ്ലാദവും ധൈര്യവുമെല്ലാം ആവോളം നുകരുന്ന ഈ ഗോത്രവംശജർക്ക് അവരുടെ പരമ്പരാഗതമായ അറിവുകൾ ഈ മരുഭൂമിയിലെ ദുഷ്കരമായ ജീവിതത്തെ മറികടക്കുന്നതിനുള്ള മാർഗങ്ങളാകുന്നു. അറബിക് പ്രധാന സംസാര ഭാഷയാകുമ്പോൾ വടക്ക് പടിഞ്ഞാറൻ സഹാറയിൽ ബെർബർ എന്നറിയപ്പെടുന്ന ഭാഷയും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു വരുന്നു. രണ്ടാമത്തെ പ്രധാന ഭാഷയായി വരുന്നത് ഫ്രഞ്ചാണ്. കോളനി വാഴ്ച സൃഷ്ടിച്ച സമാന സാഹചര്യം മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും നിലനിന്നു വരുന്നു. മൊറോക്കൻ ദിർഹവും ഒപ്പം തന്നെ US ഡോളറുമാണ് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന കറൻസികൾ. ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ ട്രെയിൻ റൂട്ടുകളിലൊന്നായ ട്രാൻസ് സഹാറൻ റെയിൽവേ ഈ മരുഭൂമിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഖനികളിൽ നിന്ന് ആഫ്രിക്കൻ പടിഞ്ഞാറൻ തീരമായ അറ്റ്ലാന്റിക് സമുദ്ര തീരത്തേക്ക് ഇരുമ്പയർ കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. അയൺ ഓർ ട്രെയിനിന്റെ 704 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഓരോ യാത്രകളും കാഴ്ചക്കാരിൽ അത്യധികം വിസ്മയം നിറച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഒരു ചിത്രം പോലെ മനോഹരമായ ഇവിടത്തെ മണൽ കൂനകൾ, അതിൻ്റെ വലിപ്പം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുമെങ്കിലും അതിനെ മറികടക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നടന്നു കയറാനും അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തോ മാത്രമാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ഇവിടേക്കുള്ള പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ മണലിൽ നിന്നും പുറപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെ പറ്റിയെല്ലാം വിവിധ അനുമാനങ്ങളും സിദ്ധാന്തങ്ങളും നിലനിൽക്കുമ്പോഴും സിംഗിങ് സാൻഡ് എന്ന ഈ പ്രതിഭാസത്തെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ
പരിഹരിക്കപ്പെടാതെ തന്നെ നിലനിന്നു പോരുന്നു. കൊമ്പുള്ള പാമ്പുകൾ അവ ഈ മരുഭൂമി നൽകുന്ന വേറിട്ട ഒരു കാഴ്ചയാണ്. ചെറിയ കൊമ്പുകൾ പോലെ ഒരു വളർച്ച പ്രകടമാക്കുന്ന ഈ പാമ്പുകളെ ഹോൺ വൈപ്പർ എന്നറിയപ്പെടുന്നു. ഭൂമിയിൽ പൊടിയുണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉറവിടമായ സഹാറ മരുഭൂമി ഒരേ സമയം യൂറോപ്പിൻ്റെയും ആമസോൺ മഴക്കാടുകളുടെയും സുസ്ഥിരതയെ ഉറപ്പാക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും നിർണായകമായ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ശക്തമായ കാറ്റിനൊപ്പം ഉയർന്നു പൊങ്ങുന്നതും നൈട്രജൻ, ഫോസ്ഫറസ്, ഇരുമ്പ് എന്നിവയുടെ വലിയൊരു സ്രോതസ്സുമായ ഇവിടത്തെ മണലും പൊടിപടലങ്ങളും അറ്റ്ലാന്റിക് സമുദ്രത്തെയും കടന്ന് സൗത്ത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും വരെ എത്തിച്ചേരുമ്പോൾ ഈർപ്പത്തെ വഹിക്കുന്ന ഇത് മഴയ്ക്കുള്ള ഒരു ഉത്തേജനം കൂടിയാകുന്നു. സമുദ്ര സാന്നിധ്യം കാരണം ജലാംശത്തെ ഉൾക്കൊള്ളുന്ന പൊടിയുടെയും മണലിൻ്റെയും അതിശക്തമായ ഈ ഭൂഖണ്ഡാന്തര യാത്ര സൗത്ത് അമേരിക്കയിലേക്ക് എത്തുമ്പോൾ മഴയായി നിലം പതിക്കുന്നതോടെ ആമസോൺ മഴക്കാടുകൾക്കുള്ള മികവേറിയ ഒരു ഫെർട്ടിലൈസറായി മാറുകയും ചെയ്യുന്നു. സമാനമായ രീതിയിൽ മഴയ്ക്കൊപ്പം നിലം പതിക്കുന്ന ഇതേ മണൽപ്പൊടി യൂറോപ്പിൻ്റെ ഫലപുഷ്ടിയെ നിലനിർത്തുന്നതിലേക്കും അതിൻ്റെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നതിലേക്കും ഒരു പ്രധാന പങ്കിനെ വഹിക്കുന്നു. സഹാറയിലെ ധാതു സമ്പത്തിനെ വഹിക്കുന്ന ഇതേ മണൽക്കാറ്റ് അതിൻ്റെ യാത്രാമധ്യേ മഴ മേഘമായി അറ്റ്ലാന്റിലേക്ക് പെയ്തിറങ്ങുകയും അവിടുത്തെ സമുദ്രജീവികളുടെ പ്രധാന ഭക്ഷണമായ ആൽഗകളെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നതിലൂടെ ഇവിടുത്തെ മത്സ്യസമ്പത്തിൻ്റെ വളർച്ചയും ഉറപ്പുവരുത്തുന്നു. 2019 ഫെബ്രുവരിയിൽ യൂറോപ്പിനെ ബാധിച്ച കടുത്ത വരൾച്ച ഈ മരുഭൂമിയിൽ നിന്ന് പ്രവഹിച്ച ചൂട് കാറ്റിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിരുന്നെങ്കിൽ ബ്രിട്ടനിൽ അത് ഉഷ്ണതരംഗത്തിനും 900ഓളം വരുന്ന ആളുകളുടെ മരണത്തിനും 178 വർഷത്തിനുള്ളിൽ അവിടെ സംഭവിച്ച ഏറ്റവും വലിയ വേനൽക്കാലം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കാരണവുമായി. പ്രതിവർഷം 60 മുതൽ 200 മില്യൺ ടൺ വരെ മിനറൽ ഡസ്റ്റിനെ പുറത്തുവിടുന്ന സഹാറ ഇല്ലെങ്കിൽ ആമസോൺ മഴക്കാടുകൾക്ക് നിലനിൽപ്പ് സാധ്യമല്ല എന്നും കരുതപ്പെടുന്നു. മഴ പെയ്യാത്ത ഒരു വരണ്ട മരുഭൂമി അത് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യത്തെ പേറുന്ന മഴക്കാടുകളെ പരിപാലിക്കുന്നു എന്ന് വരുമ്പോൾ പ്രകൃതിയുടെ നിഗൂഢമായ പദ്ധതികൾ നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. പ്രകൃതിയിലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ചിലതെല്ലാം മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളതും വിചിത്രമായി അനുഭവപ്പെടുന്നതും ആകുന്നു. 11,000-നും 4,000-നും ഇടയിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് വരെ സമൃദ്ധമായ പുൽമേടുകൾ നിറഞ്ഞു നിന്നിരുന്ന പച്ചപ്പുള്ള ഒരു പ്രദേശമായിരുന്നു സഹാറ എന്നും കിഴക്കൻ ഏഷ്യയുടെ ചില പ്രദേശങ്ങളെ ബാധിച്ച കൊടും വരൾച്ച ഈ പ്രദേശത്തെ മോശമായി ബാധിച്ചുവെന്നും ക്രമേണ ഇവിടം മരുഭൂമിയായി രൂപപ്പെട്ടതായും കണക്കാക്കി വരുന്നു. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ദിശയിലുണ്ടായ വ്യത്യാസമാണ് ഈ പ്രദേശത്തെ മഴക്കുറവിനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നത്. ആഫ്രിക്കൻ ഹ്യൂമിഡ് പീരീഡ് അഥവാ ഗ്രീൻ സഹാറ എന്നറിയപ്പെടുന്ന വരൾച്ചയ്ക്ക് മുൻപുള്ള കാലഘട്ടത്തിൽ 20 ലക്ഷത്തോളം ജനങ്ങൾ വസിച്ചിരുന്നതായി പറയപ്പെടുന്ന ഇവിടെ ധാന്യങ്ങളും മറ്റും വലിയ തോതിൽ കൃഷി ചെയ്തിരുന്നു എന്നുള്ള നിഗമനങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഹരിതാപമായിരുന്ന ഇവിടം മരുഭൂമിയായി തീർന്നതിൻ്റെ പരിണാമഘട്ടങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ തെളിവുകളായി ഗവേഷകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന കാരണം ഹോളോസീൻ കാലഘട്ടത്തിൻ്റെ മധ്യേത്തര ഘട്ടത്തിൽ ഇവിടെ തെക്ക് കിഴക്കൻ മൺസൂൺ പെയ്യാതായതോടെ ക്രമേണ ഹരിത സാന്നിധ്യം കുറഞ്ഞ് ഇല്ലാതായി എന്നതാണ്. വിവിധ കാലഘട്ടങ്ങളിലെ ധാരാളം ഉൽക്കകളും ഡിനോസറുകളുടെ ഫോസിലുകളും കണ്ടെടുത്തിട്ടുള്ള ഈ മരുഭൂമിയുടെ വലിപ്പം 1920 കാലഘട്ടം മുതൽക്ക് കൂടി വരുന്നു എന്നും ഇതിനെല്ലാം മനുഷ്യരുടെ ഇടപെടൽ കാരണം സൃഷ്ടിക്കപ്പെടുന്ന കാലാവസ്ഥാ മാറ്റം വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തലായും നിലനിൽക്കുന്നു. നിലവിൽ ആഫ്രിക്കയുടെ 31% ഭൂപ്രദേശത്തെയും ഉൾക്കൊള്ളുന്നതായും നോർത്ത് ആഫ്രിക്കയുടെ ഭാഗമായി നിലനിൽക്കുന്നതുമായ സഹാറ മരുഭൂമി 2020 എത്തുന്നതോടെ ഇതേ ഭൂഖണ്ഡത്തിന്റെ നല്ലൊരു ഭാഗം ഭൂപ്രദേശത്തെയും കൂടി കവർന്നെടുക്കുന്നതിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതായുള്ള ഒരു റിപ്പോർട്ട് UN പുറത്തുവിടുകയുണ്ടായി. ഇത്തരം സാഹചര്യത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സഹാറയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യം മുൻനിർത്തി 8,000 കിലോമീറ്റർ നീളത്തിലും 15 കിലോമീറ്റർ വീതിയിലുമായി 11 ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ വൃക്ഷങ്ങൾ കൊണ്ടൊരു മതിൽ തീർക്കുക എന്ന പദ്ധതിയുമായി ആഫ്രിക്കൻ യൂണിയൻ മുന്നോട്ട് വരികയുണ്ടായി. 2007 ആരംഭിച്ച് 2030 100 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തെ ഉന്നം വയ്ക്കുന്ന ഗ്രേറ്റ് ഗ്രീൻ വാൾ ഓഫ് സഹാറ എന്ന ഈ പദ്ധതി ഇതിനോടകം തന്നെ നിരവധി ആഫ്രിക്കൻ ഭൂപ്രദേശങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വലിയൊരളവോളം പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനത്തിൽ നിന്നും നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ആശങ്കകൾ പങ്കുവെക്കപ്പെടുന്നതിൽ അതിസങ്കീർണവും ഭ്രാന്തമായ സ്വപ്നമെന്ന് തോന്നിപ്പിക്കുന്നതുമായ ഒന്നാണ് 9.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം വരുന്ന സഹാറയെ പച്ച പുതുപ്പിക്കുക എന്നുള്ളത്. ഒരു ഡീസൽ കാർ 1 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നതിലൂടെ ബഹിർഗമിക്കുന്ന കാർബൺ വാതകത്തെ ആഗിരണം ചെയ്യുന്നതിനായി
1 ഹെക്ടർ വനത്തിന് കഴിയുമെന്നും അതിലൂടെ ചൂട് കുറയ്ക്കാനായി സാധിക്കുമെന്നുമുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ തീർച്ചയായും കൂടുതൽ പച്ചപ്പുള്ള ഭൂമിയെ സാധ്യമാക്കുക എന്ന ചിന്തയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. ഇന്ത്യയുടെ ഇരട്ടിയിലധികം വലിപ്പത്തെ ഉൾക്കൊള്ളുന്ന സഹാറയെ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാക്കിയാൽ അതിലൂടെ 750 കോടി കാർബൺ മാലിന്യങ്ങളെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും ആഗിരണം ചെയ്യുന്നതിനും അതിലൂടെ അന്തരീക്ഷതാപം 8 ഡിഗ്രി കുറയ്ക്കാനും നമുക്ക് സാധിക്കും എന്നുള്ള വാദങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും പ്രായോഗിക തലത്തിലെത്തുമ്പോൾ ഇതൊരു ഈസി ടാസ്ക് ആകുന്നതുമില്ല. ട്രില്യൺ കണക്കിന് ഡോളറുകളുടെ പണച്ചിലവും പതിറ്റാണ്ടുകളുടെ പ്രയത്നം വേണ്ടിവരും എന്നത് മാത്രമല്ല, ഊഷരമായ മരുഭൂമിയിൽ നടത്തുന്ന കഠിനങ്ങളായ മനുഷ്യ പ്രയത്നം എത്ര കണ്ട് ഫലപ്രദമാകും എന്ന പ്രായോഗികതയിൽ ഊന്നിയ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആമസോണിന്റെ നിലനിൽപ്പിനെ സുരക്ഷിതമാക്കുന്ന ഈ മരുഭൂമിയെ ഹരിതാഭമാക്കുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടിന്റെ നിലനിൽപ്പ് അപകടത്തിലാകില്ലേ എന്നുള്ള ആശങ്കകളും പങ്കുവെക്കപ്പെടുന്നു. അവസാന ഐസ് ഏജിന് ശേഷം രൂപപ്പെട്ടതും പച്ചപ്പ് നിറഞ്ഞതുമായ പഴയ ഗ്രീൻ സഹാറയുടെ സ്വാഭാവികമായ തിരിച്ചുവരവ് വീണ്ടും സാധ്യമായേക്കാം എന്ന ഒരു പ്രതീക്ഷയും ശാസ്ത്രലോകം വെച്ചു പുലർത്തുന്നു. ഏകദേശം 8000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമി അതിൻ്റെ 24.1 ഡിഗ്രി ചരിവിൽ നിന്നും നിലവിലെ 23.5 ഡിഗ്രിയിലേക്കുള്ള മാറ്റം ആരംഭിച്ചതോടെ സംഭവിച്ചതാണ് സഹാറയുടെ മരുഭൂമിയിലേക്കുള്ള രൂപാന്തരമെന്നാണ് കരുതപ്പെടുന്നത്. സൗരയൂഥത്തിലെ മറ്റു വസ്തുക്കളിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭൂമിയുടെ പരിക്രമണ ചരിവിനുള്ള ഒരു കാരണം. ഭൂമിയുടെ അച്ചുതണ്ടിനെ കേന്ദ്രീകരിച്ച് ഓർബിറ്റൽ റൊട്ടേഷനിൽ സംഭവിക്കുന്ന മന്ദഗതിയിലെ ഈ മാറ്റം ഏകദേശം 26,000 വർഷം കൂടുമ്പോൾ സ്വാഭാവികമായും ആവർത്തിക്കുന്ന ഒന്നാകയാൽ പഴയ പച്ചപ്പ് സഹാറയ്ക്ക് തിരിച്ചു ലഭിക്കുമെന്നും ഗവേഷകർ കണക്കുകൂട്ടുന്നു. അതിമനോഹരവും തണുത്തതുമായ ഈ മരുഭൂമിയുടെ രാത്രി കാഴ്ചകളിലേക്കൊന്ന് കണ്ണു പായിക്കുന്നവർക്ക് 1000 നക്ഷത്രങ്ങൾ തൊട്ടരികിൽ എന്നതുപോലൊരു അനുഭവമാണ് പകർന്നു കിട്ടുക. വിശാലമായ ഇവിടത്തെ മണൽപ്പരപ്പിൽ കിടന്നുകൊണ്ട് ആകാശത്തെ വീക്ഷിക്കുന്നവരുടെ കാഴ്ചകളിൽ വന്നു നിറയുന്ന മൂടൽ മഞ്ഞിനാൽ ആവരണം ചെയ്യപ്പെട്ടു നിൽക്കുന്ന ചക്രവാളം സ്വപ്ന സമാനമായ ഒരു കാഴ്ചയെ പകർന്നു നൽകുന്നു. മരുഭൂമിയിലെ സൂര്യോദയവും അസ്തമയ കാഴ്ചകളും, സാൻഡ് സർഫിംഗ്, കോഡ് ബൈക്കിംഗ്, നക്ഷത്ര നിരീക്ഷണം, ക്യാമ്പിംഗ്, മണൽ കൂമ്പാരത്തിന് മീതെയുള്ള ട്രക്കിംഗ്, ഒപ്പം ഗോത്രവിഭാഗത്തിൻ്റെ അതിശയിപ്പിക്കുന്ന ജീവിതങ്ങളെ കണ്ടറിയുന്നതിനുമായി നിരവധി സഞ്ചാരികൾ ഈ മരുഭൂമിയെ തേടിയെത്തുന്നു. നിരവധി രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മരുഭൂമിയെ അടുത്തറിയുന്നതിലേക്കായി ഏറ്റവും സൗകര്യപ്രദമെന്ന പരിഗണന മുൻനിർത്തി നിരവധി സന്ദർശകരും മൊറോക്കോയെ തിരഞ്ഞെടുക്കുന്നു. ഇവിടം സന്ദർശിക്കാൻ തീരെ അനുയോജ്യമല്ലാത്ത സമയം എന്ന് പറയാനാവുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളായതിനാൽ തന്നെ മിക്ക ടൂർ ഓപ്പറേറ്റർമാരും ഇവിടേക്കുള്ള സർവീസ് നടത്തുന്നതുമില്ല. മാർച്ച് മുതൽ ഏപ്രിൽ വരെ നീളുന്ന സ്പ്രിംഗ് സീസണിൽ ഇവിടെ അന്തരീക്ഷ ഊഷ്മാവ് 20നും 30 ഡിഗ്രിക്കും ഇടയിൽ അനുഭവപ്പെടുന്നു എന്നതിനാൽ ഈ സമയം സഞ്ചാരികൾക്ക് ഏറ്റവും അനുയോജ്യപ്രദമാകുന്നു. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള വിന്റർ മാസങ്ങളാണ് അനുയോജ്യമായ മറ്റൊരു സീസൺ. അറബി വാക്ക് സഹാറയ്ക്ക് മരുഭൂമി എന്ന് അർത്ഥം. ഭൂമിക്ക് സംഭവിച്ച സ്വാഭാവികമായ ഒരു വ്യതിയാനം ലോകത്തിലെ ഏറ്റവും ചൂടുള്ളതും മൊത്തം ഭൂമിയുടെ 8% ഭാഗത്തെ ഉൾക്കൊള്ളുന്നതുമായ ഒരു ഉഷ്ണ മരുഭൂമിയുടെ പിറവിക്കുള്ള കാരണമായി. പ്രകൃതിയുടെ പദ്ധതികൾ നിഗൂഢവും വലിയ ലക്ഷ്യങ്ങളെ ഉന്നം വയ്ക്കുന്നതുമാണ്. ഒന്നും വെറുതെ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഈ ഭൂമിയിലെ ജീവനുള്ളതും അല്ലാത്തതുമായ ഓരോ സൃഷ്ടിക്ക് പിന്നിലും വ്യക്തമായ കാരണങ്ങൾ നിലനിൽക്കുന്നു എന്നത് തന്നെയാവാം സഹാറ മരുഭൂമിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. നോർത്ത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഭൂമിയിലെ ഏറ്റവും വലിയ മഴക്കാടിന്റെ നിലനിൽപ്പിന് കാവലാകുന്നു എന്നതും പ്രകൃതിയുടെ അപാരമായ വൈവിധ്യബോധത്തിനുള്ള തെളിവാകുന്നു.